അപ്പോൾ ഇന്ന് സൺഡേ, ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്, എൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പോൾ ഇന്ന് പള്ളിയിൽ പോവുകയാണ്. ഇത് എൻ്റെ കൂട്ടുകാർ വാങ്ങിച്ചത് കമ്മലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോയിട്ട് വരാം. അങ്ങനെ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം പള്ളി പോയി. എല്ലാവർക്കും പനികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് പനി, മോക്ക് പനി, അങ്ങനെ കുറേ ദിവസം പള്ളിയൊന്നും പോകാതിരുന്നു. അങ്ങനെ ഇന്നാണ് പള്ളിയിൽ പോയത്. പള്ളി കാരണം കഴിഞ്ഞപ്പോൾ ലേലം ഉണ്ടായിരുന്നു. അങ്ങനെ ലേലം അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി കാപ്പി കുടിച്ചിട്ട് ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. അങ്ങനെ അവർക്ക് അവിടെ കുരിശടി ഇറങ്ങണമെന്നുണ്ട്. അങ്ങനെ കുരിശടിയിൽ ഇറങ്ങി നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും അനിയൻ്റെ റൂമിൽ ഇരിപ്പുണ്ട്. പിന്നെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് താഴെ പോയി. ഹായ്, അയ്യോ യമുന നമ്മളെ നോക്കി കൈ വീശുന്നു. ഹായ്, കുട്ടനും ചേച്ചി ഇന്നലെ വീട്ടിൽ വന്നു. പിന്നെ ഞാനും ചേട്ടനും അവളും പള്ളിയിലൊക്കെ പോയിട്ടാണ് വന്നത്. താങ്ക് യു. ഇതെനിക്ക് അവൾ ഒരു അഞ്ചെന്ന്. കൊതിയാവുന്ന എനിക്ക്. ഏത്? അല്ല, നിങ്ങൾക്ക് ബോറടിക്കുമ്പോ തീറ്റില്ലാതെ വേറെ ഒന്നും അറിഞ്ഞൂടെ അണ്ണാ? അളിയ തിന്നുന്നത്ര എന്റർടൈൻമെന്റ് വേറെ ഒന്നിനും കിട്ടും. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സദ്യ. ഇതെല്ലാം എൻ്റെ അമ്മ വെച്ചാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ പായസം, ഇത് മറ്റേ അരിപ്പായസം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പായസം. എനിക്കങ്ങനെ പൊതുവെ പായസത്തിനോട് വലിയ താല്പര്യമില്ല, പക്ഷേ ഈ പായസം ഇഷ്ടമുണ്ട്. അത് ബോളിയും കൂടെ ഉള്ളതുകൊണ്ട് കഴിച്ചു. ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ ഇരുന്ന് എല്ലാവരും ആൽബം കാണുന്നു. ഇത് ചേച്ചിയുടെ കല്യാണ ആൽബം, പിന്നെ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് ആൽബം ഉണ്ട്, പിന്നെ എൻ്റെ കല്യാണ ആൽബം ഉണ്ട്. അപ്പോൾ ഇത്ര ഇരുന്ന് കാണാൻ എല്ലാവരും. ഈ കാണുന്ന വ്യക്തിയാണ് ഇതാണ് എൻ്റെ കല്യാണ ആൽബം. ഇതാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ളത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അനിയനെയും കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. ഇതൊക്കെ ഇപ്പം കാണുമ്പോൾ ചിരി വരുന്നു. ഇതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം. സൂപ്പർ പട്ടപ്പാവട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പട്ടപ്പാവട. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് തലേ ദിവസം കണ്ടുവന്ന പച്ചൻ പറഞ്ഞ് ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ കേക്ക് കട്ട് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ചാച്ചി കിടന്ന് പറയാണ്, എൻ്റെ അമ്മയ്ക്ക് കേക്ക് കൊടുത്തില്ല, എൻ്റെ അമ്മയ്ക്ക് കേക്ക് കൊടുത്തില്ല. കാരണം വേറെ ഒന്നല്ല, അതിൽ നിന്ന് അവളെ കയ്യിൽ ഒരു പീസ് കേക്ക് കൊടുത്താലേ കുറച്ച് എനിക്ക് തന്നിട്ട് ബാക്കി നേരെ അവൾക്ക് തിന്നാൻ പറ്റും. പനിയായിട്ട് കൊടുക്കാനൊക്കെ പേടിയായിരുന്നു, കാരണം കുളിപ്പിച്ചൊന്നുമില്ല, പനികളൊന്നും മാറിയിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ചാണ് കൊടുത്തത്. ഇനി എന്ത് പാടോ. പിന്നെ ബാക്കി ഇനി കേക്ക് ഇനി എല്ലാവരും കൊടുക്കാൻ വേണ്ടി ചേട്ടന്മാരിന്ന് കട്ട് ചെയ്യണം. പിന്നെ പാവമല്ലേ, പാവം തോന്നി ഞാൻ അതിൽ നിന്നൊരു പീസ് എടുത്ത് ഞാൻ എൻ്റെ മോക്ക് കൊടുക്കുകയാണ്. ഇതാണ് കിഴക്കേ അതിരി, നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ, അതിലേ ഒരു 20 എടുത്തോളൂ. കണ്ടോ, വലിയ പണക്കാരാന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ. ഈ ഇരിക്കുന്ന 3 പേരെ കാണിച്ചു. ഇത് എൻ്റെ ചേച്ചിയാണ്. ഇത് അപ്പോൾ 8 വർഷത്തിന് മുന്നേ, ഇത് 8 വർഷത്തിന് ശേഷം ഇപ്പോൾ. ഇത് ചേച്ചിയുടെ കല്യാണ ആൽബം. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവൾ സാരിയായിരുന്നു കൊടുത്തത്. പിന്നെ ഞാനെന്താ ഗൗണാണ് ഇട്ടുന്നത്. മേക്കപ്പ് ഒന്നും ചെയ്തില്ലായിരുന്നു. ഇങ്ങനെ പോയി മണ്ഡപത്തിൽ ചെന്ന് കുഞ്ഞമ്മ എന്നെ ഒരുക്കി ഈ കോലത്തിലാക്കിയെടുത്ത്. പിന്നെ എനിക്കാണെങ്കിൽ ഇവളെ കല്യാണ ആൽബം കാണേണ്ടത് എനിക്കിഷ്ടമില്ല. ഞാൻ കൊള്ളത്തില്ല. ഞാനാണെങ്കിൽ അതിൽ ഭയങ്കര വണ്ണത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു. എനിക്കതുകൊണ്ട് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ വേറെ ആളെ കാണിച്ചു തരാം. ഇതെൻ്റെ ചേട്ടൻ. ഇതപ്പോൾ ഇപ്പോഴത്തെ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോഴത്തെ ലുക്ക്. ഇതിലേത് കൊള്ളാമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ചേട്ടൻ മോൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടുത്തെ ചാച്ച പറഞ്ഞ് നമ്മൾ നേരെ കാട്ടാക്കട വിസ്മയിലോട്ട് പോവുകയാണ്. ചാച്ചിയാണെങ്കിൽ കുറേ ദിവസം അവിടെ സ്കൂളിലൊക്കെ പോയിട്ട് മനിയാണ്ട് വീട്ടിലായിരുന്നു. സ്കൂൾ കണ്ടാൽ ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക്. ഞങ്ങൾ അവിടെ എത്തിയ ഭയങ്കര തിരക്ക്. ഇന്ന് ഞായറാഴ്ച കൂടെ ഉണ്ട്, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഒരു ട്രോളി എടുത്ത് അവൾ അതിനകത്ത് ഇരുത്തി സാധനങ്ങൾ വാങ്ങിയാണ്.
അത് വാങ്ങിച്ച് അവൾക്ക് പാർക്കിൽ കയറണമെന്ന് കുറേ ദിവസം കൊണ്ടേ വേണം ഊഞ്ഞാലാണെന്ന്. പിന്നെ അവിടെ പോയപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഒരു ഊഞ്ഞാലിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം, ചേട്ടനോളും കൂടെ. പിന്നെ നോക്കിയപ്പോൾ ഒരു ഊഞ്ഞാൽ കിട്ടി. അങ്ങനെ ചേട്ടൻ അവിടെയും കൊണ്ട് ഊഞ്ഞാലിൽ കയറ്റാൻ കൊണ്ട് പോയിരിക്കുകയാണ്. പിന്നെ അവിടെ കാണാൻ എല്ലാത്തിലും അവൾക്ക് കയറണം, ഇതിൽ കയറണം എന്ന് പറഞ്ഞ് പിന്നെ അതിൽ കൊണ്ട് കയറ്റി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഒരു ചായ കുടിച്ചു, ചായയും പപ്സും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിസ്മയിലെ ചായ. പിന്നെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.